ഹലോ, നമ്മളിന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോൾ പ്രൊപ്പറേറ്റർ, പാർട്ട്ണർഷിപ്പ് ഫേം എല്ലാത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ കാര്യത്തിലും വ്യത്യസ്തമായിട്ടൊന്നുമില്ല. സെയിം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെ സെയിം തന്നെയാണ്. കുറച്ച് പേരുകൾ വ്യത്യാസം ഉണ്ടാകും. കുറച്ച് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യണം. അത്രയും വ്യത്യാസമുള്ളൂ, വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സോൾ പ്രൊപ്പറേറ്ററിൻ്റെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യത്തിലെ പോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സും ഇവിടെ സെയിം തന്നെയാണ്. അതായത് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു എക്കണോമിക് ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ മാനേജീരിയൽ ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിന് പാകത്തിനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. കമ്പനിയുടെ കാര്യത്തിൽ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കൂടാതെ പേപ്പേഴ്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം എല്ലാ വർഷത്തെയും എല്ലാ ഫിനാൻഷ്യൽ ഇയറിൻ്റെയും മെയിൻറ്റെയിൻ ചെയ്യണം. ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് എല്ലാം ട്രൂ ആൻഡ് ഫെയർ വ്യൂ റിഫ്ലക്റ്റ് ചെയ്യണം. അതായത് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ റിഫ്ലക്റ്റ് ചെയ്യണം. ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുന്ന ഒരു ടേം നിങ്ങളെ സംബന്ധിച്ച്, അതായത് കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരു ടേമാണ്. നിങ്ങളിനി BCom പഠിച്ചാലും MCom പഠിച്ചാലും CAക്കോ അല്ലെങ്കിൽ ഏതൊരു ഹയർ ഡിഗ്രിക്ക് പോയാലും കേൾക്കാൻ പോകുന്ന ഒരു ടേമാണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ഇവിടെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ പറഞ്ഞേക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആവണം എന്നല്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇറ്റ് ഷുഡ് റിഫ്ലക്റ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് അല്ലേ. അപ്പോൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പരമാവധി ഒഴിവാക്കി മെറ്റീരിയൽ ഇൻഫർമേഷൻസ് എല്ലാം കൺസീൽ ചെയ്യാതെ ഹൈഡ് ചെയ്യാതെ എല്ലാം ഡിസ്ക്ലോസ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. പരമാവധി മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഒമിഷൻസ് ഒഴിവാക്കുക. കൂടാതെ ഫെയർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയസ് ഒഴിവാക്കി സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം എന്ന് പറയുന്ന ആസ്പെക്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പനിയുടെ മാത്രം പോരാ, കമ്പനിക്ക് ബ്രാഞ്ച് ഓഫീസുകളോ സബ്സിഡിയറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് അക്രൂവൽ ബേസിസിലായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്രൂവൽ കൺസെപ്റ്റ് അല്ലേ. ഡ്യൂ ബേസിസിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി ഒരു കമ്പനീനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന വേറൊരു പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇവിടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്ല, ആക്ച്വലി ഫിനാൻഷ്യൽ പൊസിഷനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. കൂടാതെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അത് രണ്ടായിട്ട് ക്ലാസിഫൈ ആയിട്ടുണ്ട്, രണ്ട് സെഗ്മെൻ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. കോംപ്രിഹെൻസീവ് ഇൻകം, അതർ കോംപ്രിഹെൻസീവ് ഇൻകം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നെ രണ്ട് സെഗ്മെൻറ്റ്, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൂ, രണ്ട് സെഗ്മെൻ്റായിട്ട് ക്ലാസിഫൈ ഉണ്ട്. കോംപ്രിഹെൻസീവ് ഇൻകം ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം. കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ നോർമലി ഉള്ള ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. കൂടാതെ അതിൽ കൂടി ബൈപ്പാസ് ചെയ്ത് പോയി റിട്ടേൺ ഏർണിങ്സിന് അല്ലെങ്കിൽ സർപ്ലസ് അക്കൗണ്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൽ വരും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. വർഷത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇക്വിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അതായത് എന്തെങ്കിലും ബൈബാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് നടന്നിട്ടുണ്ട്, ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതൊക്കെ അവിടെ വരും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോസും ഇൻഫ്ലോസും എങ്ങനെയൊക്കെയാണ് എന്നറിയാൻ, എവിടെയൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് സോഴ്സ് ക്യാഷിൻ്റെ, എവിടേക്കാണ് അത് പോയേക്കുന്ന അപ്ലിക്കേഷൻ, ഇത് രണ്ടും ക്യാഷിൻ്റെ അപ്ലിക്കേഷൻ ആൻഡ് സോഴ്സസ് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. കൂടാതെ ഇതിൻ്റെ എല്ലാം കൂടി ഒരു അഡീഷണൽ ആയിട്ട് നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വരും. അതായത് ഇതിലൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ, മെറ്റീരിയൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L, ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് ഇത്തിരി കൂടി ക്ലാരിറ്റി കൊടുക്കണം അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കൂടുതൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, എക്സ്പ്ലനേഷൻ കൂടുതൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കും നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ പറയുന്ന 5 കാര്യങ്ങളും കൂടി ചേർന്നതാണ് ഒരു കമ്പനീനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് കമ്പനിയുടെ ആദ്യത്തെ ഇത് നോക്കാം, ഫോർമാറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റാണ് കമ്പനീനെ സംബന്ധിച്ച് ആദ്യത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് പറയുന്ന വേറൊരു പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഇതിൻ്റെ ഒരു ഫോർമാറ്റ് കമ്പനീസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 3 പാർട്ട് 1 തന്നിട്ടുണ്ട്. പാർട്ട് 1 ഓഫ് ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട് അല്ലേ. ആസ് യൂഷ്വൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ഷെയർ ക്യാപിറ്റലൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തു. ആദ്യത്തെ കോളം എന്ന് പറയുന്നത് പെർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ സെക്കൻഡ് കോളം നോട്ട്സ്,
നോട്ട് നമ്പർ. തേർഡ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് പീരീഡിലെ ഫിഗേഴ്സ്, ലാസ്റ്റ് കോളം അല്ലെങ്കിൽ ഫോർത്ത് കോളം പ്രീവിയസ് പീരീഡിലെ ഫിഗേഴ്സ്. ആദ്യത്തെ ഐറ്റം ആസ് യൂഷ്വൽ ഹെഡിങ് എന്ന് പറഞ്ഞാൽ മെയിൻ ഹെഡിങ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. നമ്മൾ പണ്ടൊക്കെ ചെയ്തേക്കുന്ന ലയബിലിറ്റി അസറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഇവിടെ ആദ്യത്തെ മെയിൻ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിൻ്റെ കീഴിൽ ആദ്യത്തെ ഹെഡ് വരുന്ന ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവിടെ എഴുതുക. ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഈ ഷെയർ ക്യാപിറ്റലിന് എന്തെങ്കിലും സബ് ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് നമ്പർ 1 ഇട്ടിട്ട് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ. ഇനി റിസർവ്സ് ആൻഡ് സർപ്ലസ്, മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറൻറ്റ്സ്. ഇതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിൽ വരുന്ന കാര്യങ്ങൾ. പിന്നത്തത് ഷെയർ അപ്ലിക്കേഷൻ പെൻഡിങ് അലോട്ട്മെൻറ്റ്. ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് മാർച്ച് 28 ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നത്, ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലിക്കേഷൻ തരാമെന്ന് പറഞ്ഞ് കമ്പനി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. മാർച്ച് 29 അപ്ലിക്കൻസ് എന്ത് ചെയ്തു? അപ്ലിക്കേഷൻ മണി ഷെയർ കമ്പനിയിൽ കൊടുത്തു അല്ലേ. പക്ഷേ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അലോട്ട് ചെയ്യുന്നത് April 5 വെച്ചോ. മാർച്ച് 31 അക്കൗണ്ട് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും അല്ലേ. പക്ഷേ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇഷ്യൂ ചെയ്തെന്നാൽ April 5 അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ മണി കാണിക്കാൻ പറ്റില്ല, ആ എമൗണ്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരും രണ്ടാമത്തെ ഐറ്റമായിട്ട്. ഇനി നോൺ കറന്റ് ലയബിലിറ്റി, കറന്റ് ലയബിലിറ്റി എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ലയബിലിറ്റീസ് അല്ലാത്ത എല്ലാം നോൺ കറന്റ് ലയബിലിറ്റീസ്, അതായത് ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 1 year അത് കഴിഞ്ഞിട്ട് റീപേ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നോൺ കറന്റ് ലയബിലിറ്റീസ് വരും. ലോങ് ടേം ബോറോയിങ്സ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ അതർ ലോങ് ടൈം ലയബിലിറ്റീസ്, പ്രൊവിഷൻസ്, ലോങ് ടേം പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. കറന്റ് ലയബിലിറ്റീസിൽ എന്തൊക്കെ വരും? ഷോർട്ട് ടേം ബോറോയിങ്സ്, ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ആണ് നമ്മളുടെ അല്ലേ. ട്രേഡ് നമ്മൾ ക്യാഷ് എമൗണ്ട് കൊടുക്കാനുണ്ട്, പർച്ചേസ് ചെയ്ത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തോ എന്തെങ്കിലും ആയിരിക്കാം, അതിൻ്റെ പേയ്മെൻറ്റ് എടുത്താൽ നോർമൽ ക്രെഡിറ്റേഴ്സ്. പിന്നെ അതർ കറന്റ് ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഷോർട്ട് ടൈം പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ കറന്റ് ലയബിലിറ്റീസ് കാണിക്കുക, ലോങ് ടൈം പ്രൊവിഷൻസ് ആണെങ്കിൽ നോൺ കറന്റ് ലയബിലിറ്റീസിൽ. അടുത്ത മെയിൻ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് അല്ലേ. അസറ്റിൻ്റെ ഇതിലെന്താ വരിക? നോൺ കറന്റ് അസറ്റ്സ്, കറന്റ് അസറ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഇവിടെ. നോൺ കറന്റ് അസറ്റ്സ്, കറന്റ് അസറ്റ്സ്. കറന്റ് അസറ്റ് അല്ലാത്ത എല്ലാം നോൺ കറന്റ് അസറ്റിൽ കാണിക്കും. അതിൽ ഫിക്സ്ഡ് അസറ്റ് ആണ് ആദ്യത്തെ. ഫിക്സ്ഡ് അസറ്റ് തന്നെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, ക്യാപിറ്റൽ, വർക്ക് ഇൻ പ്രോഗ്രസ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് ഡെവലപ്മെൻറ്റ്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഫിക്സ്ഡ് അസറ്റ് അല്ലെ. ഫർണിച്ചർ, കാർ അല്ലേ, ബിൽഡിംഗ്, അതൊക്കെ ടാഞ്ചിബിൾ അസറ്റ്സിൽ വരും. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഗുഡ് വിൽ, ട്രേഡ് മാർക്ക്, പേറ്റന്റ്, നമുക്ക് കാണാനും ഫീൽ ചെയ്യാനും പറ്റില്ല. ഓക്കെ, അങ്ങനെ ഒരു അസറ്റ് ഉണ്ട് അല്ലേ. അതൊക്കെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ റെക്കോർഡ് ചെയ്യുക. വർക്ക് ഇൻ പ്രോഗ്രസ് നോൺ കറന്റ് അസറ്റ് ആയിട്ട് കാണിക്കും, ഫിക്സ്ഡ് അസറ്റ് ആയിട്ട് കാണിക്കും. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ്, പേറ്റന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതൊക്കെ അവിടെ കാണിക്കും. ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട് ഡെവലപ്മെൻറ്റിൽ കാണിക്കും. പിന്നെ കൂടാതെ നോൺ കറന്റ് അസറ്റ്സിൽ കാണിക്കുന്ന കാര്യങ്ങളാണ് നോൺ കറന്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെഫേർഡ് ടാക്സ് അസറ്റ്, ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്. കമ്പനി ആർക്കെങ്കിലും അഡ്വാൻസോ ലോണൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരും. പിന്നെ അതർ നോൺ കറന്റ് അസറ്റ്സ്, മുകളിലെങ്കിലും പെടാത്ത നോൺ കറന്റ് അസറ്റുകളെല്ലാം അതിൽ വരും. കറന്റ് അസറ്റ്സ് രണ്ടാമത്തെ മെയിൻ ഹെഡിങ് അസറ്റ് സൈഡിൽ. കറന്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻവെൻട്രീസ്, ട്രേഡ് റിസീവബിൾ, ഡെറ്റേഴ്സ് അല്ലേ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്, ഷോർട്ട് ടേം ലോൺ. പിന്നെ ഷോർട്ട് ടേം ലോൺ എന്ന് പറഞ്ഞാൽ കമ്പനി കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്തേക്കുന്ന ലോൺസ് ആണ്. പിന്നെ അതർ കറന്റ് അസറ്റ്സ്, മുകളിൽ പറഞ്ഞേക്കുന്ന കറന്റ് അസറ്റിൽ പെടാത്തെല്ലാം അതിൽ വരും. ഇനി ഫോമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇത് ഷെഡ്യൂൾ 3 പാർട്ട് 2. ഷെഡ്യൂൾ 3 പാർട്ട് 1 ബാലൻസ് ഷീറ്റും പറഞ്ഞിട്ടുണ്ട്. ഷെഡ്യൂൾ 3 പാർട്ട് 2 കമ്പനീസ് ആക്ടിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫോമാറ്റ് എന്നതിൻ്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, കമ്പനിയുടെ പേര്, ഫോർ ദ ഇയർ എൻഡഡ്, പിന്നെ റുപ്പീസ് ഇൻ തൗസൻഡ്സ് ആണെങ്കിൽ തൗസൻഡ്സ്, ലാക്കിലാണെങ്കിൽ ലാക്ക്, അത് കൊടുക്കുക. പെർട്ടിക്കുലേഴ്സ് ഇവിടെ നോട്ട് നമ്പർ, പിന്നെ കറണ്ട് ഇയറിലെ ഫിഗേഴ്സ്, ലാസ്റ്റ് കോളം പ്രീവിയസ് ഇയറിലെ ഫിഗേഴ്സ്. ഇവിടെയും വെർട്ടിക്കൽ ഫോമാറ്റാണ്. ആദ്യത്തെ ഐറ്റം റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ ട്രേഡിംഗ് ആൻഡ് P&L, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഒന്നുമില്ല, എല്ലാവരും ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലാണ് ചെയ്യുന്നത്. ആദ്യം റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ മേജർ ഓപ്പറേഷൻ അല്ലെങ്കിൽ മെയിൻ ഓപ്പറേഷൻ എന്താ? സെയിൽസ് ലെസ് പർച്ചേസ്, അതെല്ലാം എവിടെ വരും? റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ വരും. കറണ്ട് പീരീഡിലേക്ക് കൊടുക്കുക, പ്രീവിയസ് പീരീഡിലേക്ക് കൊടുക്കുക. ഇനി അതർ ഇൻകം, മുകളിൽ വരാത്ത റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ പെടാതെയുള്ള എന്തൊക്കെ ഇൻകം ഉണ്ടോ കമ്പനിക്ക്, അതെല്ലാം അതർ ഇൻകത്തിൽ കാണിക്കുക.
രണ്ടും കൂടി ടോട്ടൽ ചെയ്യുക, അത് ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞ് കാണിക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്പെൻസുകൾ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, മെറ്റീരിയൽ കൺസ്യൂം ചെയ്തതിൻ്റെ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എൻ്റർ ചെയ്യുക. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതിൻ്റെ എമൗണ്ട് ആണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചത്. സോൾ പ്രൊപ്പറേറ്ററിൻ്റെ ചെയ്തപ്പോഴും പാർട്ട്ണർഷിപ്പിൻ്റെ ചെയ്തപ്പോഴും സാലറി, അവർക്ക് കൊടുത്തിരുന്ന കമ്മീഷൻ, അതെല്ലാം സെപ്പറേറ്റ് കാണിച്ചത് അല്ലേ. ഇവിടെ അതെല്ലാം കൂടി ഒറ്റ ഹെഡിൽ കാണിക്കണം. എംപ്ലോയി ബെനിഫിറ്റ്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടി ഉള്ള എല്ലാ എക്സ്പെൻസുകളും ഈ ഹെഡിൽ വേണം. നമ്മൾ എന്നിട്ട് അതിനൊരു നോട്ട് കൊടുക്കണം. അപ്പോൾ ആ നോട്ടിൻ്റെ നമ്പർ കൊടുക്കണം. 3 ആണെങ്കിൽ നോട്ട് നമ്പർ 3 എന്ന് കൊടുത്തിട്ട് അതിൻ്റെ കീഴിൽ സാലറി, കമ്മീഷൻ, കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അവിടെ വരണം. പിന്നുള്ള ഫിനാൻസ് കോസ്റ്റിൽ എന്തൊക്കെ വരും? ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്, ലോൺസിൻ്റെ ഇൻട്രസ്റ്റ്, അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഫിനാൻസ് കോസ്റ്റിൽ വരും. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റിൻ്റെയും ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെയും അമോർട്ടൈസേഷൻ, ഡിപ്രീസിയേഷൻ എമൗണ്ട്. ഇതിൽ പെടാത്ത എക്സ്പെൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്പെൻസിലേക്ക് കൊടുക്കുക. എക്സ്പെൻസ് എല്ലാം ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ടോട്ടൽ റവന്യൂന്ന് ടോട്ടൽ എക്സ്പെൻസ് ലെസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാordinary ഐറ്റംസ്. രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേമാണ് എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാordinary ഐറ്റംസ്. ഇനി എക്സെപ്ഷണൽ ഐറ്റംസ് എന്താ? എക്സെപ്ഷണൽ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനീനെ സംബന്ധിച്ച് അവരുടെ ഓർഡിനറി ബിസിനസ്സിൽ സംഭവിക്കുന്നതാണ്, പക്ഷേ റെക്കറിങ് ആയിരിക്കില്ല. പക്ഷേ ഓർഡിനറി ബിസിനസ്സിൽ സംഭവിക്കുക. സപ്പോസ് ഫിക്സ്ഡ് അസറ്റ് സെല് ചെയ്തു. സപ്പോസ് ഒരു കമ്പനിക്ക് ഫർണിച്ചർ കുറേ ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ടായിരുന്നു, അത് വിറ്റു. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അതവിടെ കാണിക്കുക എക്സെപ്ഷണൽ ഐറ്റത്തിൽ. അത് കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാordinary ഐറ്റംസ് ആൻഡ് ടാക്സ് കിട്ടും. അത് കഴിഞ്ഞ് എക്സ്ട്രാordinary ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ബിസിനസ് അല്ലെങ്കിൽ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങളല്ല, അത് എക്സ്ട്രാordinary ഐറ്റംസാണ്. റെക്കർ ചെയ്യുന്നതല്ല, അബ്നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും വലിയ അബ്നോർമൽ ലോസ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സബ്സിഡിയറി സെയിൽ ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെ വരും? എക്സ്ട്രാordinary ഐറ്റംസ്. അതും കൂടി ലെസ് ചെയ്ത് കഴിയുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അതിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത ഓപ്പറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. അതിൻ്റെ ടാക്സ് എക്സ്പെൻസ് അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ കിട്ടും. പ്രോഫിറ്റ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, അതും പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ബിസിനസ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഫോർ ദ പീരിയഡ് കിട്ടും. നിങ്ങൾ അതൊന്നും അധികം ചിന്തിക്കേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ബിസിനസ്സോ അല്ലെങ്കിൽ ഒന്നും അത്രയൊന്നും വരില്ല. നിങ്ങൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരെയുള്ള കാര്യം ചിന്തിച്ചാൽ ഇത് ഫോർമാറ്റിലുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തരുന്നുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏർണിങ്സ് പെർ ഇക്വിറ്റി ഷെയർ കിട്ടും. അത് കമ്പനീനെ സംബന്ധിച്ച് ഒരു ഷെയർ ഏൺ ചെയ്ത പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പണ്ട് നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ എന്ത് ചെയ്യുമായിരുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുമായിരുന്നു. അതായത് ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യം, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 വന്നതോടുകൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇല്ല, ട്രേഡിംഗ് അക്കൗണ്ട് ഇല്ല. ആ കൂടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രേഡിംഗ് ഒക്കെ അതിൽ തന്നെ വരും. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എവിടെ വരിക? സർപ്ലസ് അക്കൗണ്ട്. അതായത് നമ്മൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ബാലൻസ് ഷീറ്റിൽ ഏത് ഹെഡിലാണ് ട്രാൻസ്ഫർ ചെയ്യുക? സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിൽ പ്രോഫിറ്റ് ഫോർ ദ ഇയർ, കറൻറ്റ് ഇയർ എന്ന് പറഞ്ഞ് കാണിക്കും. ആ പ്രോഫിറ്റിൽ നിന്ന് ബാലൻസ് ഷീറ്റിൽ നോട്ടിൽ സർപ്ലസ് അക്കൗണ്ട്, ബാലൻസ് ഓഫ് ദ സർപ്ലസ് അക്കൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, അതായത് ഓപ്പണിംഗ് എത്ര ഉണ്ടായിരുന്നു സർപ്ലസ് അക്കൗണ്ടിൽ അത് എഴുതും. കൂടാതെ ആഡ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ, ഈ വർഷം, അതായത് നമ്മൾ മുകളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം കണ്ടുപിടിച്ച പ്രോഫിറ്റ്, അതായത് ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ്, അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ സർപ്ലസ് കിട്ടും കമ്പനിയുടെ. അതിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ജനറൽ റിസർവിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റോ ഇൻട്രീം ഡിവിഡൻറ്റോ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അതിപ്പോൾ ക്ലോസിംഗ് സർപ്ലസ് കിട്ടും. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ സർപ്ലസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് നമ്മൾ ഇവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്
ബാലൻസ് ഷീറ്റിൻ്റെ സർപ്ലസിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സെപ്പറേറ്റ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം സർപ്ലസ് അക്കൗണ്ടിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പെർഫോമൻസും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനില്ല. ചേഞ്ചസ് ഇൻ ഇക്വിറ്റി 2-3 ഇല്ലസ്ട്രേഷൻ ഞാൻ തരാം. കൂടാതെ പ്രോബ്ലംസ് ഇപ്പോൾ പറഞ്ഞ ബാലൻസ് ഷീറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ തരാം. അതിന് മുന്നേ നിങ്ങൾ ഈ ഫോർമാറ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി രീതിയിൽ മാത്രം, കാണാതെ പഠിക്കാനൊന്നും ആർക്കും പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ നോക്കി വയ്ക്കുക. നാളെ മുതൽ ഇല്ലസ്ട്രേഷൻ തരാം.